അങ്ങനെ കഷ്ടപ്പെട്ട് കുന്നിറങ്ങി കാല് നോക്കുമ്പം ഇതാണ് ബോബി ഭയ്യ ഗോട്ട് ബിറ്റൻ. How does it feel, ബോബി ഭയ്യ? അട്ട ഗെയിം ലവ് ബേസ് ബോബി ഭയ്യന്റെ മാത്രല്ല എന്റെയും സ്വീറ്റിന്റെയും എല്ലാം ചോര വൃത്തിയായിട്ട് അട്ട കൊണ്ടുപോയി. സങ്കടമൊന്നുമില്ല, നല്ല ലേശൊരു വിഷമം. ആൻഡ് പീപ്പിൾ, ദിസ് ഈസ് വൈ ഐ ഹാവ് ഹൈ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അങ്ങനെ ആടുന്ന് വിട്ട് ബിരിയാണി കഴിക്കാൻ കയറിയെടുത്തൊന്നും ഒരു കാര്യമില്ലാണ്ട് ഒരു റാൻഡം കുഞ്ഞിന്റെ പീഡിയാട്രിക് മൈൽ സ്റ്റോൺസും ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ ഇമ്പോർട്ടന്റ് മനുഷ്യന്റെ വീട്ടിലെത്തി. ഇതാണ് ഡോക്ടർ തൻസി സാർ, നമ്മളെ മുന്നത്തെ ഫാർമക്കോളജി ഫാക്കൽറ്റിയാണ് സാറ്. 23 ബാച്ചിൽ ഒരു ഫേവറേറ്റ് ഫാക്കൽറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാരും കണ്ണടച്ച് പറയും അത് തൻസി സാറാണ്. അക്കാഡമിക്സിനെല്ലപ്പുറം നമ്മളിൽ ഒരാളായിട്ടാണ് സാറ് നമ്മളെ കൂടെ നിന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫാർമക്ക് കഴിഞ്ഞിട്ട് സാറ് കോളേജ് വിട്ടിട്ട് നമ്മളെല്ലാം ഫേവറേറ്റ് ഫാക്കൽറ്റി ആയിട്ട് സാറ് തുടങ്ങുന്നത്. എന്റെ വ്ളോഗിങ്ങിന്റെ വലിയൊരു സപ്പോർട്ടറും കൂടിയാണ് സാർ. ആടുന്ന സാറ് നമ്മളെല്ലാരെയും കൂട്ടി ചായ കുടിക്കാൻ കൊണ്ടുപോയി. അത് പിന്നെ അങ്ങനെയാണല്ലോ. അങ്ങനെ ആടുന്ന കമ്പനി അടിച്ച് കുറെ വർത്താനെല്ലാം പറഞ്ഞിരിക്കുമ്പോഴാണ് വേറൊരു ഇമ്പോർട്ടന്റ് മനുഷ്യൻ കയറി വരുന്നത്. വേറെ ആരും അല്ല, നമ്മളെ കഴിഞ്ഞ മിത്വ യൂണിയൻ ജെൻസിക്ക് മുനീർക്കാണ്. അങ്ങനെ ഓരോ കൂടിയും കുറെ വർത്താനം പറഞ്ഞിരുന്നു നമ്മൾ അവസാനം ആടുന്ന് വിട്ടു. അപ്പൊ അത്രയിലും ശരി എന്നാ.